നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാടിറങ്ങി വരുന്ന മൃഗങ്ങളും ബാനറും പിടിച്ചു വരുന്ന കുറച്ച് ആളുകളും പോരാത്തതിന് ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്നും പറഞ്ഞിരിക്കുന്ന സർക്കാരും കടമെടുക്കാനും ഭാര്യയ്ക്ക് ചികിത്സാ പണം കൊടുക്കാൻ ഖജനാവിൽ കൈയിട്ട് വരുന്ന മുഖ്യനും ഈ തിരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞ ഇലക്ഷന് മുന്നേ വോട്ട് എണ്ണി തുടങ്ങിയ ബി.ജെ.പിയും കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. കാടിറങ്ങി വരുന്ന മൃഗങ്ങളെക്കാൾ ഇപ്പോൾ പേടിക്കേണ്ടത് ഇവരെയൊക്കെയാണ്. ശനിയാഴ്ച വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്ന് ആരോപിച്ച് വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രിയുടെ വസതിയിലേക്ക് UDF MLA-മാരുടെ മാർച്ച്. വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ ഔദ്യോഗിക വസതിയിലേക്കായിരുന്നു MLA-മാർ മാർച്ച് നടത്തിയത്. വയനാട്ടിൽ നിന്നുള്ള 2 MLA-മാർ അടക്കം മലയോര മേഖലയിലെ MLA-മാരുടെ നേതൃത്വത്തിൽ 15 MLA-മാരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതി എന്നെഴുതിയ ബാനറുമേന്തി നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് തുടങ്ങിയ മാർച്ച് വനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. വന്യജീവി ആക്രമണത്തെ സർക്കാരും വനമന്ത്രിയും ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. ശനിയാഴ്ച കാസർഗോഡ് ജില്ലയിൽ 45 വയസ്സുകാരനെ കൊന്ന ആനയെ കണ്ടെത്തുന്നതിൽ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്ന് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച കാസർഗോഡ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ. സുധാകരന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരാഗ്നി ജാഥയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് ജില്ലയിലെത്തിയിരുന്നു. ഒന്നിലധികം മരണങ്ങളും വിളനാശവും ചൂണ്ടിക്കാണിച്ച് വർദ്ധിച്ചു വരുന്ന മനുഷ്യ മൃഗ സംഘർഷത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ അദ്ദേഹം ഇറങ്ങി. ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച ആശങ്കകൾ വനമന്ത്രി തള്ളിക്കളയുകയാണെന്നും സതീശൻ ആരോപിച്ചിട്ടുണ്ട്. നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഫലപ്രദമായ പദ്ധതികളോ തീരുമാനങ്ങളോ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ശ്രീ ശശീന്ദ്രൻ തന്റെ സ്ഥാനത്തിന് യോഗ്യനല്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുകയും അദ്ദേഹത്തെ സ്ഥാനമൊഴിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. നാശനഷ്ടം സംഭവിച്ച വ്യക്തികളുടെയും കർഷകരുടെയും ദുരവസ്ഥ ഉയർത്തിക്കാട്ടി ലക്ഷങ്ങളുടെ നഷ്ടത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സതീശൻ അവകാശപ്പെട്ടു. വനാതിർത്തികൾക്ക് സമീപം താമസിക്കുന്നവരുടെ പരാതികൾ അധികൃതർ അവഗണിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. അടിയന്തര നടപടിയുടെ ആവശ്യകത ഊന്നി പറഞ്ഞു. കൂടാതെ കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയുടെ ഫാസിസ്റ്റ് നയങ്ങളെയും സംസ്ഥാനത്ത് LDF-ഉമായുള്ള സഹകരണത്തെയും ശ്രീ സതീശൻ അപലപിച്ചു. സമരാഗ്നി ക്യാമ്പയിൻ പോലുള്ള സംരംഭങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരാജയങ്ങൾ തുറന്നുകാട്ടാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. വനാതിർത്തി കടന്ന് നാട്ടിലെത്തുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണെന്നും ഇത് തടയാനുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. 9 മാസത്തിനിടെ 85 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതെന്നും സാധാരണക്കാരാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും സർക്കാർ നിഷ്ക്രിയമാണെന്നും ഈ നില തുടർന്നാൽ വരും ദിവസങ്ങളിൽ വലിയ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.